പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഉടൻ പാർലമെന്റ് മന്ദിരത്തിൽ ആരംഭിക്കും. ബജറ്റ് സമ്മേളനം സുഗമമായി നടത്താനുള്ള സഹകരണം സർക്കാർ പ്രതിപക്ഷത്തോട് തേടും. ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരണം. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, എന്തൊക്കെ ക്രമീകരണങ്ങൾ? ഇവിടെ ഇപ്പോൾ നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലെയും BJP-യിലെയും CPI, CPM, മറ്റ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. ആ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ സഭ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കണം എന്നതാണ് ഭരണപക്ഷം ആവശ്യപ്പെടുക. എന്തായാലും സഭ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യം ഇവിടെ യോഗത്തിൽ വെച്ച് ഉന്നയിക്കപ്പെടും. ഏറ്റവും പ്രധാനമായും ഒന്നാമത്തേത് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി പുതിയൊരു പദ്ധതി കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് എന്ന ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജ്യത്ത് പല പ്രതിപക്ഷ പാർട്ടികളും പ്രക്ഷോഭത്തിലാണ്. ആ കാര്യം സഭയിലേക്ക് വേണ്ടിവരും. ഒപ്പം തന്നെ SIR-ലെ പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെടും. അതേസമയം തന്നെ ബജറ്റ് സമ്മേളനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക സർക്കാരിന്റെ ലക്ഷ്യവുമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു ചർച്ച ഇപ്പോൾ നടക്കും. 1.5 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് ഇപ്പോൾ ആരംഭിച്ചത്.